എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ സൈക്കോളജിയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏതാണ്? പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത്? Which is the determining factor in maturation? എ പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി, ബി കുടുംബാന്തരീക്ഷം അഥവാ ഫാമിലി എൻവയോൺമെന്റ്, മതം അഥവാ റിലിജിയൻ, ഡി സാംസ്കാരിക പശ്ചാത്തലം കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ആൻസർ എ ആണ്, പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി. രണ്ടാമത്തെ ചോദ്യം, ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത്? ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് the term dyslexia means എ വായനാ വൈകല്യം റീഡിംഗ് ഡിസാബിലിറ്റി, ബി ലേഖന വൈകല്യം റൈറ്റിംഗ് ഡിസാബിലിറ്റി, സി ഗണിതപരമായ വൈകല്യം അരിത്തമെറ്റിക് ഡിസാബിലിറ്റി, ഡി ചലനപര വൈകല്യം മോട്ടോർ ഡിസാബിലിറ്റി. ആൻസർ എ ആണ്, വായനാ വൈകല്യം അഥവാ റീഡിംഗ് ഡിസാബിലിറ്റി. മൂന്നാമത്തെ ചോദ്യം, ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ്? ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി അപ്രോച്ച് ഏറ്റവും അനുയോജ്യമായത് മൾട്ടി സെൻസറി അപ്രോച്ച് വിൽ ബി മോസ്റ്റ്ലി സ്യൂട്ടഡ് ടു എ കാഴ്ച ദുർബലമായവർക്ക് വിഷ്വലി ഇംപയർഡ്, ബി കേൾവി ദുർബലമായവർക്ക് ഹിയറിംഗ് ഇംപയർഡ്, സി പഠന വൈകല്യമുള്ളവർക്ക് ലേണിംഗ് ഡിസാബിൾഡ്, ഡി മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മെന്റലി ചലഞ്ച്ഡ്. ആൻസർ സി തന്നെയാണ്, പഠന വൈകല്യമുള്ളവർക്ക് ലേണിംഗ് ഡിസാബിൾഡ്. നാലാമത്തെ ചോദ്യം, ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആരാണ്? ഭാഷാർജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയത് ആരാണ്? ഹു എംഫസൈസ്ഡ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ? എ നോം ചോംസ്കി, ബി ബി എഫ് സ്കിന്നർ, സി എറിക് എറിക്സൺ, ഡി ഐവാൻ പി പാവ്ലോവ്. ആൻസർ എ ആണ്, നോം ചോംസ്കി. ചോദ്യം 5, ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിംഗ്? എ കേൾവി ദുർബലമായവർക്ക്, ബി കാഴ്ച ദുർബലമായവർക്ക്, സി പഠന വൈകല്യമുള്ളവർക്ക്, ഡി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്. ആൻസർ ബി ആണ്, കാഴ്ച ദുർബലമായവർക്ക്. ആറാമത്തെ ചോദ്യം, ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധമുള്ളത്? ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധമുള്ളത്? Whose name is associated with achievement motivation? A. McClelland, B. Guilford, C. Gardner, D. Skinner. Answer A ആണ്, McClelland. ഏഴാമത്തെ ചോദ്യം, സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി? എ ഒഴുക്ക് അഥവാ ഫ്ലുവൻസി, ബി അയവ് അഥവാ ഫ്ലെക്സിബിലിറ്റി, സി തനിമ അഥവാ ഒറിജിനാലിറ്റി, ഡി വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി. ആൻസർ ഡി തന്നെയാണ്, വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി. എട്ടാമത്തെ ചോദ്യം, ആഗമന രീതിയിലുള്ള ബോധനം എന്നത്
ആഗമന രീതിയിലുള്ള ബോധനം എന്നത് ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക് ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്. ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. സി സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നത്തിലേക്ക് ഫ്രം പ്രോസസ് ടു പ്രൊഡക്റ്റ്. ആൻസർ ബി ആണ്. സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് അഥവാ ഫ്രം സ്പെസിഫിക് ടു ജനറൽ. 9ാമത്തെ ചോദ്യം. നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അഥവാ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? നിരീക്ഷിക്കാവുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നത് ആരുടെ സങ്കല്പമാണ്? സൈക്കോളജി ഷുഡ് സ്റ്റഡി ഒബ്സർവബിൾ ബിഹേവിയർ ഈസ് ആൻ അസംഷൻ ഓഫ് എ വ്യവഹാരവാദത്തിന്റെ അഥവാ ബിഹേവിയറിസം. ബി മാനവികതാവാദത്തിന്റെ ഹ്യൂമനിസം. സി ജ്ഞാതൃവാദത്തിന്റെ അഥവാ കൊഗ്നിറ്റീവിസം. ഡി മനോവിശ്ലേഷണവാദത്തിന്റെ അഥവാ സൈക്കോ അനാലിസിസ്. ആൻസർ എ ആണ്. വ്യവഹാരവാദത്തിന്റെ അഥവാ ബിഹേവിയറിസം. എ ആണ് ഉത്തരം. ചോദ്യം 10. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ റിലേറ്റഡ് ടു എ അനുബന്ധനവുമായി അഥവാ കണ്ടീഷനിങ്. ബി ഉൾക്കാഴ്ച പഠനവുമായി ഇൻസൈറ്റ് ലേണിംഗ്. സി അന്തർജ്ഞാന പഠനവുമായി ഇൻഡ്യൂറ്റീവ് ലേണിംഗ്. ഡി ജ്ഞാനാർജന പഠനവുമായി കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ്. ആൻസർ എ ആണ്. അനുബന്ധനവുമായി കണ്ടീഷനിങ്ങുമായി. എ ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം. ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത്. ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത്. ബ്രിഡ്ജസ് ചാർട്ട് ഡെപ്പിക്ട്സ് എ കുട്ടികളിലെ വൈജ്ഞാനിക വികാസം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ബി കുട്ടികളിലെ ധാർമ്മിക വികാസം മോറൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. സി കുട്ടികളിലെ വൈകാരിക വികാസം ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഡി കുട്ടികളിലെ ശാരീരിക വികാസം ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ആൻസർ സി ആണ്. കാതറിൻ ബ്രിഡ്ജസ് തയ്യാറാക്കിയ ചാർട്ട് ചിത്രീകരിക്കുന്നത് കുട്ടികളിലെ വൈകാരിക വികാസമാണ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. സി ആണ് ഉത്തരം. 12. സാമൂഹ്യവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏതാണ്? സാമൂഹ്യവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ ഔപചാരിക ഏജൻസി ഏതാണ്? വിച്ച് ഈസ് എ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ. എ കുടുംബം അഥവാ ഫാമിലി. സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്. സി സ്കൂൾ. ഡി മാധ്യമങ്ങൾ അഥവാ മീഡിയ. ആൻസർ സി ആണ്. സ്കൂളാണ്. 13ാമത്തെ ചോദ്യം. ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് ആവിഷ്കരിച്ചത് ആരാണ്? ബുദ്ധിയെ സംബന്ധിച്ച ത്രിഘടക സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് ആവിഷ്കരിച്ചത് ആര്? ഹു പ്രൊപ്പോസ്ഡ് ദ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? എ ഗിൽഫോർഡ്. ബി ഗാർഡ്നർ. സി ബിനെ. ഡി സ്റ്റേൺബർഗ്. ആൻസർ ഡി ആണ്. സ്റ്റേൺബർഗ്. 14ാമത്തെ ചോദ്യം. 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്. 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കാവുന്നത്. The age group 12 to 18 years can be termed as A
പ്രായപൂർത്തി ആയവർ അഡൽട്ട്ഹുഡ്. ബി കൗമാരപ്രായക്കാർ അഡോളസെൻസ്. സി മധ്യവയസ്കർ മിഡിൽ ഏജ്. ഡി കുട്ടിക്കാലം അഥവാ ചൈൽഡ്ഹുഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൗമാരപ്രായക്കാർ അഥവാ അഡോളസെൻസ്. 15. വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? Which of the following is not directly related to Vygotskian views of education? A. അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്. ബി പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. സി സഹകരണാത്മക പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്. ഡി സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആൻസർ എ ആണ്, അർത്ഥപൂർണമായ സ്വാംശീകരണ പഠനം, മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്. ഇത് വൈഗോട്സ്കിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണ്. ബാക്കി മൂന്നിനും വൈഗോട്സ്കിയുടെ ചിന്തകളുമായി ബന്ധമുണ്ട്. 16. താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണാ സിദ്ധാന്തം ഉന്നയിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണാ സിദ്ധാന്തം ഉന്നയിച്ചത്? Who among the following advocated a theory of motivation? A. Jerome S. Bruner. B. Kohlberg. C. Sternberg. D. Abraham Maslow. ആൻസർ ഡി ആണ്, അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോ ആണ് ഈ കൂട്ടത്തിൽ അഭിപ്രേരണാ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് മോട്ടിവേഷൻ അവതരിപ്പിച്ചത്. 17ാമത്തെ ചോദ്യം. വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് അഥവാ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് സമീപനം അഥവാ സവിശേഷകത്വം സമീപനം ആരുടേതാണ്? Whose contribution is the trait approach to personality? A. Freud. B. Maslow. C. Allport. D. Piaget. Answer C ആണ്, ആൽപോർട്ട്. ആൽപോർട്ട് ആണ് ട്രെയ്റ്റ് അപ്രോച്ച്, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ് അപ്രോച്ച് അവതരിപ്പിച്ചത്. 18. തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? Which of the following is not suitable for formative evaluation? A. ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിംഗ് ടീച്ചിങ്. സി ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, കണ്ടക്ടിംഗ് ക്ലാസ് ടെസ്റ്റ്. സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, കണ്ടക്ടിംഗ് ആനുവൽ എക്സാമിനേഷൻ. ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്, അസസിംഗ് പോർട്ട്ഫോളിയോസ്. ആൻസർ സി ആണ്, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, കണ്ടക്ടിംഗ് ആനുവൽ എക്സാമിനേഷൻ. 19ാമത്തെ ചോദ്യം. വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? Which of the following is not the characteristics of an emotionally intelligent person? A. സ്വയം അറിയാനുള്ള കഴിവ്, സെൽഫ് അവെയർനെസ്. ബി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, സെൽഫ് റെഗുലേഷൻ. സി അനുതാപം അഥവാ എംപതി. സ്വയം ആക്രമണ സ്വഭാവം, സെൽഫ് അഗ്രഷൻ. ആൻസർ ഡി ആണ്, സ്വയം ആക്രമണ സ്വഭാവം. അത് വൈകാരിക ബുദ്ധിക്ഷമതയുള്ള അഥവാ ഇമോഷണലി ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയിൽ ഉണ്ടാവില്ല ഈ സ്വഭാവം. പക്ഷെ മുകളിലുള്ള 3 സ്വഭാവമാണ് അയാൾക്ക് ഉണ്ടാവുക. സ്വയം അറിയാനുള്ള കഴിവുണ്ടാകും, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും, അനുതാപം അഥവാ എംപതി അയാൾക്കുണ്ടാകും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്, സ്വയം ആക്രമണ സ്വഭാവം അഥവാ സെൽഫ് അഗ്രഷൻ
അയാൾക്കുണ്ടാവില്ല. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? Which of the following is not a characteristic of mentally challenged children? A. പൊരുത്തപ്പെടാനുള്ള പ്രയാസം, ഡിഫിക്കൽട്ടി ഇൻ അഡാപ്റ്റേഷൻ. ബി. ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി, എബവ് ആവറേജ് ഇന്റലിജൻസ്. സി. ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി, ബിലോ ആവറേജ് ഇന്റലിജൻസ്. ഡി. താഴ്ന്ന അക്കാദമിക നിലവാരം, ലോ അക്കാദമിക് അച്ചീവ്മെന്റ്. ആൻസർ ബി ആണ്, ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി. അത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുണ്ടാവില്ല. അവർക്ക് പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഉണ്ടാവും. ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തിയായിരിക്കും, താഴ്ന്ന അക്കാദമിക നിലവാരവുമായിരിക്കും. 21. തന്നിരിക്കുന്നവയിൽ ഏതാണ് സമായോജന തന്ത്രം? തന്നിരിക്കുന്നവയിൽ ഏതാണ് സമായോജന തന്ത്രം? വിച്ച് ഈസ് എ ഡിഫൻസ് മെക്കാനിസം? എ. സ്വീകരണം അല്ലെങ്കിൽ സ്വാംശീകരണം, റിസപ്ഷൻ. ബി. സംവേദനം അഥവാ പെർസെപ്ഷൻ. സി. ദമനം അഥവാ റെപ്രഷൻ. ഡി. അടിച്ചമർത്തൽ അഥവാ സപ്രഷൻ. ഇതിൽ സമായോജന തന്ത്രം സി ആണ്, ദമനം അഥവാ റെപ്രഷൻ. 22. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം ഏതാണ്? ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യ ഘട്ടം, ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ഡൂയിങ് എ പ്രൊജക്റ്റ് വർക്ക് ഈസ് എ. സങ്കൽപ്പനങ്ങളുടെ രൂപീകരണം, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ബി. ദത്തശേഖരണം, കളക്ഷൻ ഓഫ് ഡാറ്റ. സി. പ്രശ്നം കണ്ടെത്തൽ, ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. ഡി. നിഗമനത്തിലെത്തൽ, റീച്ചിങ് എ കൺക്ലൂഷൻ. ആൻസർ സി ആണ്, പ്രശ്നം കണ്ടെത്തൽ. എന്താണ് പ്രശ്നം എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം, അതാണ് ഉത്തരം, ഓപ്ഷൻ സി. 23. രണ്ട് ചരങ്ങൾ അഥവാ വേരിയബിൾസ് തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. രണ്ട് ചരങ്ങൾ അഥവാ വേരിയബിൾസ് തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ക്യാൻ ബി കോൾഡ് ആസ് എ. സങ്കലനം, ഹൈപ്പോത്തിസിസ്. ബി. നിഗമനം, കൺക്ലൂഷൻ. സി. കോറിലേഷൻ. ഡി. ഊഹിച്ചെടുക്കൽ അഥവാ ഇൻഫറൻസ്. ആൻസർ എ ആണ്, സങ്കലനം അഥവാ ഹൈപ്പോത്തിസിസ്. ചോദ്യം 24. വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ. എ. വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ബി. വികാസം പ്രവചനീയമാണ്, ഡെവലപ്മെന്റ് ഫോളോസ് എ പ്രഡിക്റ്റബിൾ പാറ്റേൺ. സി. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു, ഡെവലപ്മെന്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡി. വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഇല്ല, അതായത് there is no individual difference in the rate of development. ഇതിൽ ഏതാണ് ചോദ്യത്തിന്റെ ഉത്തരം? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഇല്ല എന്നത് അത് ശരിയല്ല, വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 25. ഒരമ്മ തൻ്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്. ഒരമ്മ തൻ്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും
പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത് എ ജെൻഡർ റോൾ, ബി ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി, സി ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. ആൻസർ സി ആണ്, ലിംഗവിവേചനമാണ്. 26 പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പഠനത്തെയും പരിപക്വനത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ? എ പഠനം പരിപക്വനത്തിന് മുന്നുപാധിയാണ്. ലേണിംഗ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. ബി പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. സി പഠനവും പരിപക്വനവും വൈരുദ്ധ്യമുള്ളവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രാഡിക്ടറി. ഡി പഠനവും പരിപക്വനവും ബന്ധമില്ലാത്തവയാണ്. ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ അൺറിലേറ്റഡ്. ആൻസർ ബി ആണ്. പരിപക്വനം പഠനത്തിന് അനിവാര്യമാണ്. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. 27 ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളോ സംഭവങ്ങളോ വിശദീകരിക്കുന്ന അധ്യാപകന്റെ കുറിപ്പ്. എ നോട്ട് ബൈ എ ടീച്ചർ which reveals certain incidents in the life of a student. A സഞ്ചിത രേഖ cumulative record. B സംഭവ വിവരണ രേഖ anecdotal record. C rating scale. D checklist. ആൻസർ ബി ആണ്, സംഭവ വിവരണ രേഖ anecdotal record. 28 താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏതാണ്? താഴെ പറയുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? എ അധ്യാപിക കേന്ദ്രിതം, ടീച്ചർ സെന്റേർഡ്നെസ്. ബി ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, emphasis on democratic values. C ഉൽപ്പന്നാധിഷ്ഠിത ബോധനം, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ടീച്ചിങ്. ഡി മുതലാളിത്ത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, emphasis on capitalist values. ആൻസർ ബി ആണ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, emphasis on democratic values. 29 താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക അഭിപ്രേരകം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി റീഇൻഫോഴ്സർ? എ പണം അഥവാ മണി. ബി ആഹാരം ഫുഡ്. സി സർട്ടിഫിക്കറ്റ്. ഡി കയ്യടി അഥവാ അപ്ലോസ്. ആൻസർ ബി തന്നെയാണ്, ആഹാരം. 30ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തതാരാണ്? തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദി അല്ലാത്തതാര്? ഹൂ ഈസ് നോട്ട് എ ബിഹേവിയറിസ്റ്റ്? എ ഐവാൻ പി പാവ്ലോ. ബി ബി എഫ് സ്കിന്നർ. സി ജെ ബി വാട്സൺ. ഡി കർട്ട് ലെവിൻ. ആൻസർ ഡി ആണ്, കർട്ട് ലെവിൻ. കർട്ട് ലെവിൻ ബിഹേവിയറിസ്റ്റ് അല്ല, വ്യവഹാരവാദി അല്ല. അപ്പോൾ ബാക്കി 3 പേരും ബിഹേവിയറിസ്റ്റുകളാണ് എന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതാരൊക്കെയാണ് ചോദ്യം അങ്ങനെയും വരാം. ഐവാൻ പി പാവ്ലോവ്, ബി എഫ് സ്കിന്നർ, ജെ ബി വാട്സൺ.